മാന്യ പ്രേക്ഷകരെ ഡിംബൂസ് ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. വിനായകൻ, മികച്ച നായകൻ, മികച്ച നടൻ, സ്റ്റേറ്റ് അവാർഡ്, മാങ്ങാത്തൊലി, മണ്ണാങ്കട്ട, മറിച്ചത്, മറ്റേത്. എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു ഇവന് വട്ടം ഉണ്ടെന്നുള്ളത്. കാര്യം തീർച്ചയായിട്ടും ഇവന് വട്ടമുണ്ട്. അവൻ്റെ ചില ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കണം. അവൻ്റെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിലവൻ പറയണ കേൾക്കണം, എനിക്ക് എൻ്റെ ഇൻസ്പിറേഷൻ ജീവിതത്തിൽ ബോബി ചേട്ടനും മൈക്കിളേട്ടനുമായിരുന്നു. എന്തോ കൊച്ചി കായലിൻ്റെ അടുത്ത് മീൻ പിടിക്കാൻ പോണ രണ്ടെണ്ണന്മാരെ പേര് പറയണ കണക്കാണ് അവങ്ങ് പറഞ്ഞ് തള്ളിയത്. ഉദ്ദേശിച്ചത് ബോബ് മാർലിയും മൈക്കിൾ ജാക്സനും. അതായത് ഇവരുടെ രണ്ടുപേരുടെയും കഴിവ് പച്ചയായിട്ട് കിട്ടിയൊരു മനുഷ്യൻ. ബോബ് മാർലിയുടെ കഞ്ചാവൂരിയും മൈക്കിൾ ജാക്സൻ്റെ കോപ്രായം കാണിപ്പും, ഇത് രണ്ടും പച്ചയായിട്ട് കിട്ടിയ ഒരു മനുഷ്യനാണ് വിനായകൻ. അപ്പോൾ ഈ പച്ചയായ വിനായകൻ ഈ ഇടയ്ക്കല്ല ഇന്ന് ഒരു വൻ സംഭവം കാഴ്ചവെക്കുകയുണ്ടായി. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എങ്ങനെ ഇരിക്കണേ? അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനേ, ഇക്കാണും കാടും കരയും മുണ്ടൂരി കാണിക്കും മകനേ. അപ്പം അങ്ങനെ മുണ്ടൂരി പാലും പഴവും വിനായകൻ ചേട്ടൻ ജനങ്ങൾക്ക് പ്രദർശനം വെച്ചിരിക്കുകയാണ്. യവനൊക്കെയാണ് സെലിബ്രിറ്റി. കൊള്ളാം, നല്ല ഉഗ്രൻ സെലിബ്രിറ്റി. യവനൊക്കെ പിടിച്ച് സിനിമയിൽ ഏൽപ്പിച്ച് ഇതുപോലത്തുള്ള വട്ടന്മാരെയൊക്കെ അവിടെ കാക്കനാട് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടണമെന്നുള്ള ഞാൻ പറയാം. ഈ വട്ടനെയൊക്കെ പിടിച്ച് സിനിമയിലൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ള നടന്മാർക്കും കൂടെ ചീത്ത പേര് എന്തിനാണ് വാങ്ങിച്ചു കൊടുക്കണത്? ഇവനെയൊക്കെ പിടിച്ച് ജയിലർ സിനിമയിലിട്ട് ആ ഒരൊറ്റ പേരുള്ളതുകൊണ്ട് അവൻ കുറച്ചു കാലം പ്രശംസയായിട്ടിരുന്നു. അതുമാത്രമല്ല, റീസെൻ്റ്ലി ഹണി റോസിൻ്റെയും ബോബി ചെമ്മണ്ണൂൻ്റെയും വിഷയം വന്നപ്പോൾ ഇവ അതിനെടുത്തിട്ട് അലക്കുകയുണ്ടായി. ഇവൻ്റെ പോസ്റ്റിന് ഭയങ്കര റെസ്പോൺസായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ തെണ്ടി ഇതുപോലെ ഏതോ ഒരു പെണ്ണിനെ അപരാധം പറഞ്ഞത് കൊണ്ടുവന്നു ആ പെണ്ണ് കൊണ്ടുവന്ന് കേസ് കൊടുത്തതിൻ്റെ പോസ്റ്റ് കുറേ തള്ളി നടത്തണം. അവനാണ് ഇപ്പോൾ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് കാണിക്കണത്. ഇവനൊക്കെയാണ് മാന്യനായിട്ടുള്ള സെലിബ്രിറ്റി. 2 കാരണങ്ങൾ കൊണ്ടാണ് നിന്നെ നായിൻ്റെ മോനെ മലയാളം സിനിമയെ വെച്ചിരിക്കണത്, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി നിർത്തിക്കണം. 1, നിനക്ക് അഭിനയിക്കാൻ അറിയാം കുറച്ചൊക്കെ, വിരളിത്തനം പിടിച്ച പോലത്തെ അഭിനയം നീ അഭിനയിക്കുക, ആ ഒരു സീൻസിനൊക്കെ നിന്നെ ആവശ്യമുണ്ട്. 2, ഒരു നിറം കുറവുള്ള ഒരുത്തനായതുകൊണ്ട് മാത്രം. ഇത് 2 നിനക്കില്ലായിരുന്നെങ്കിൽ വിനായക നീ അവിടെ വല്ല പൊടിക്കച്ചവടം നടത്തി എറണാകുളത്ത് സബ് ജയിലിൽ കിടക്കേണ്ട ആളാണ്. നിനക്ക് സിനിമ സ്വപ്നം കാണാൻ പോലും പറ്റൂല. അതുകൊണ്ട് കിട്ടിയ ഈ അവസരം ജീവിതത്തിൽ മുടയെടുക്കാതെ മാനം മര്യാദയ്ക്ക് മാന്യനായിട്ട് ജീവിക്കാൻ നോക്കുക. വിനായകനൊക്കെ ഒന്നുമില്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയൊരു നടനാണ്. ഇമ്മാതിരി തീട്ടത്തനമൊന്നും കാണിക്കാൻ പോവല്ലേ. അപ്പോൾ വിനായകൻ്റെ ചരട് പൊട്ടിച്ചിപ്പം കാണിച്ചിരിക്കുകയാണ്. ഇതുപോലെ പല രംഗങ്ങളിലും ഇതുപോലെ ചരട് പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ബോധ്യമായി അവന് മുഴുവട്ടാണെന്ന്. ഒന്നെങ്കിൽ അവനെയൊക്കെ ചങ്ങലക്കിടുക, അല്ലെങ്കിൽ സിനിമയെ തന്നെ നിന്ന് നിരോധിക്കുക. ഇവനെയൊന്നും മലയാള സിനിമയ്ക്ക് ആവശ്യമില്ല. വേറെ ഒരുപാട് കഴിവുള്ള കലാകാരന്മാരുണ്ട് ഇതേ കോലത്തിന് ലുക്കിലും ഒക്കെ ഉള്ള, അവരെ കൊണ്ടുപോവാ. ഇവനെ തന്നെ സ്ഥിരം ഈ ഒരു എക്സ്പെക്റ്റ് കാണിക്കാതെ ഇവനെടുത്തം കളഞ്ഞേരെ. 4 ദിവസം പൈസ ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോൾ പഠിക്കും മാനവ മര്യാദയൊക്കെ എന്തിനാണെന്നുള്ളത്. അപ്പോൾ വിനായക കാണിച്ചത് വെറും മോശം. ഈ മുണ്ടൂരി കാണിപ്പ് അക്കാണും മാമല കാണിക്കാനാണ് കാണിച്ചതെങ്കിൽ വല്ലാത്തൊരു കമ്മട്ടിപ്പാടം ആയിപ്പോയി നീ കാണിച്ചത്. ഗംഗണ്ണ അപ്പോൾ ഇനി കുറേ വേർക്കും. ഞാൻ ഗംഗാടാ, ഞാൻ മുണ്ടൂരാൻ പോണ്ട, കാണടാ എൻ്റെ ബാളും പന്തും എങ്ങനെ ഉണ്ടടാ. അപ്പം വിനായകം എല്ലാവർക്കും നഗ്നപ്രദർശനം നടത്തിയിരിക്കുകയാണ്. പ്രദർശനം കിട്ടിയവനും കണ്ടവനും എല്ലാവർക്കും ഈ 2025 പോയി കിട്ടിയെന്ന് മനസ്സിലായി. ഇനിയും വിനായകൻ നടത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നടത്തി കഴിഞ്ഞാൽ ഇതുപോലെ മുണ്ടൂരി കാണിക്കുമ്പോൾ ആവനെങ്കിലും പെട്രോൾ ബോംബാ വല്ല ഗുണ്ടാക്കി എടുത്ത് എറിഞ്ഞ് തരും. ലാസ്റ്റ് കൊട്ടയം കാണൂല, അകിടും കാണൂല അവൻ്റെ ഒന്നും. അതുകൊണ്ട് വിനായക ഇത് വെച്ചങ്ങ് കെട്ടിയേരെ. ഈ ഷോ ഓഫ് ഒന്നും ഇവിടെ വേണ്ട കേട്ടാ. ഇത് കേരളമാണ്, എടുത്തിട്ട് ഉടുത്ത് കളയും നിന്നെ കേട്ടാ.